കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ച പാലയൂർ സ്വദേശി ബിനോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകൾ. ബിജെപിയുടെ സമഗ്രാധിപത്യ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. സാമൂഹ്യനീതിയില്ലാതെ ജനാധിപത്യം ഒരിക്കലും സാർത്ഥകമാവില്ലെന്നും ബൃന്ദ കാരാട്ട്. മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ത്തിലധികം കത്തുകൾ. തുച്ഛവരുമാനവും ജീവനക്കാരില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. കാറളം കിഴുത്താണി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്നു. കൊടുങ്ങല്ലൂരിൽ ഇളകി വീഴാറായ നടപ്പാതയിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണമേറുന്നു. നടപ്പാത അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാവാതെ പൊതുമരാമത്ത് വകുപ്പ്. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്കേറ്റു. കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ കൊല്ലക്കുന്ന വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ച അപകടം. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. കാർഗോ ടെർമിനലിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളും അന്തിമോപചാരമർപ്പിച്ചു. പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകി. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ 45 പേരുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. ഇതിൽ 31 പേരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുക്കൾക്ക് കൈമാറി. മറ്റ് 14 മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനം ദില്ലിയിലേക്ക് പോയി. പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിലാണ് മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയത്. മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾക്കൊപ്പം പോലീസ് വാഹനവും അകമ്പടിയേകി. അതേസമയം കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിച്ചു. ഒരു കുവൈറ്റ് പൌരനും ഒരു വിദേശ പൌരനുമാണ് റിമാൻഡിലായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളെപ്പറ്റിയൊക്കെ പറയേണ്ടത് കുവൈറ്റ് സർക്കാരാണ്. അവർ കാരണം കണ്ടെത്തി അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്ഷതമേറ്റവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ജില്ലയിലെ ഇന്നത്തെ പരിപാടികൾ റദ്ദു ചെയ്തു. കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദുരന്തം വാക്കുകൾക്കതീതവും അതീവ ദുഃഖകരമെന്നും ഗവർണർ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. Everybody, the whole country is feeling so sad and one can only convey sympathies to the bereaved families and earnestly hope that these things do not happen in future. And we will have to do some long-term thinking. Why people are forced to leave their home and earth, and they have no option but to go outside seeking jobs, because locally there are no opportunities available. So we need to do some long-term thinking. But at the moment, this is not the time for long-term thinking. This is the time when we have to sympathize with the bereaved families, and I do not know. I'm at a loss of words, honestly. This is such a serious and heart-rending tragedy that one does not know what to say. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണം. സ്വന്തം നാട്ടിൽ ജീവിക്കാനാകാതെ വരുമ്പോഴാണ് പലരും ഉപജീവനത്തിനായി നാടുവിടുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനാകുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഇതിനായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രാജ്യവ്യാപകമായി ആസൂത്രണം ചെയ്യണം. കേന്ദ്രമന്ത്രി കുവൈറ്റിലെത്തി ഇന്ത്യക്കാരായ ദുരന്തബാധിതർക്കായി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത്തരം യാത്ര അനാവശ്യമാണ്. I am not aware of the legalities of the matter. In any case, they are reaching today. So you go yesterday, you go, come back again
today. What will be, what is the actual work which will be done there? Already the government of India's ministers were in Kuwait and they are bringing today. So yesterday and today, few hours are there. So what will you achieve there even if you are able to reach? കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായുണ്ടായ ജനവിധിയിൽ സന്തോഷിക്കുന്നു. ബോംബ് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന CPM തോറ്റത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. One thing I am very happy about, particularly about Kannur, because there were attempts to glorify bomb culture and violence, and I especially I'm saying it, I especially compliment the people of Kannur. They have refused to endorse the culture of bomb making, which means they have refused to accept violence as a political instrument. So about that I am very. തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ വിജയം ജനങ്ങൾ തീരുമാനിച്ചതാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. BJPയുടെ സമഗ്രാധിപത്യ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച EMS സ്മൃതി ദേശീയ സെമിനാറിന്റെ 2ാം ദിവസം ഇന്ത്യയിലെ ജനാധിപത്യവും ഏകാധിപത്യവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിലൂന്നിയ സാമൂഹ്യനീതി ഇല്ലാതെ ജനാധിപത്യം ഒരിക്കലും സാർത്ഥകമാവില്ല. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ടല്ലാതെ സാമ്പത്തിക ജനാധിപത്യമെന്ന സങ്കല്പം അർത്ഥപൂർണമാകില്ലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച EMS സ്മൃതിയിൽ നടന്ന പ്രഭാഷണങ്ങളുടെ സമാഹാരം ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫൈനാൻസ് ആൻഡ് പോളിസി പ്രൊഫസർ ലേഖ ചക്രവർത്തിക്ക് നൽകി ബൃന്ദ കാരാട്ട് പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ MM വർഗീസ്, പ്രൊഫസർ കാവുംബായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. In every sphere of life throws up new challenges in multiple fields, even while intensifying exploitation. Our democracy and the functioning of democratic institutions, from the narrow definition of forms of governance, we find that there was an outright assault on the center parliamentary democracy, Parliament itself. The diversity of peoples, cultures, languages, and therefore gives a special place to state governments in the constitutional structure. What we found, both financially and politically, we found a complete downgrading and weakening and dilution of the federal structure of the constitution, which is a very, very important part and a pillar for democratic functioning in a country like India. മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ത്തിലധികം കത്തുകൾ. മേൽവിലാസക്കാരന് കൊടുക്കാതെ മാസങ്ങളായി പോസ്റ്റ് ഓഫീസിനകത്ത് ചാക്കിലും ബെഞ്ചിലും താഴെയുമായി തപാൽ ഉരുപ്പടികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. തപാൽ വിതരണക്കാർ ജോലിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. തപാൽ വകുപ്പിനെ വിശ്വസിച്ചയച്ച അത്യാവശ്യമുള്ള കത്തുകളും മാസങ്ങളായി കെട്ടിക്കിടക്കുന്നവയിലുണ്ട്. 2017 മുതൽ എത്ര പേരാണ് ജോലിക്ക് വന്നുപോയതെന്ന് തപാൽ വകുപ്പിന് പോലും നിശ്ചയമില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5 പേരാണ് പോസ്റ്റ്മാനായി ജോലിക്ക് വന്നുപോയിട്ടുള്ളത്. സ്ഥിരം ജീവനക്കാരിയായി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ മാത്രമാണുള്ളത്. ഓരോ ദിവസവും ശരാശരി 50 രജിസ്റ്റേർഡ് കത്തുകളും 200ഓളം സാധാരണ തപാലും വരുന്നുണ്ട്. 4 കോളേജുകൾ, 3 സ്കൂൾ, ഗവൺമെന്റ് ITI, സഹകരണ ബാങ്ക്, മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, പട്ടികജാതി വികസന ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലാണ്. മാള പഞ്ചായത്തിലെ 10, 11, 12, 13 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയുടെ ആസ്ഥാന ഓഫീസാണ് കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസ്. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് തപാൽ സംവിധാനത്തിന് ആളുകൾ ആശ്രയിക്കുന്ന ഏക സ്ഥാപനമാണ് കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസ്. ഇവിടെ സ്ഥിരം 2 പോസ്റ്റ്മാനുണ്ടായാലും തന്നെ തീരാത്തത്ര ജോലിഭാരം ഇവിടെയുണ്ട്. ആ സ്ഥാനത്ത് കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായ ഒരു പോസ്റ്റ്മാൻ പോലും ഇവിടെയില്ല. ഇതുമൂലം നൂറുകണക്കിന് തപാൽ ഉരുപ്പടികൾ ഇവിടെ കെട്ടിക്കിടുകയാണ്. പൊതുജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇതുമൂലം സഹിക്കുകയാണ്. മാള പഞ്ചായത്തിലെ 4 വാർഡുകൾ ഉൾപ്പെടുന്ന പരിധിയിൽ കത്തുകൾ എത്തിക്കാൻ കഴിയാത്തതാണ് പോസ്റ്റ്മാൻ ജോലി ഉപേക്ഷിച്ച് പോകാൻ ഇടയാക്കുന്നത്. ശരാശരി 1 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത്. 2016 വരെ സ്ഥിരം പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. മാള പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ശാഖയാണിത്. താൽക്കാലിക ജീവനക്കാരന് മാസം ലഭിക്കുന്ന 12,000 രൂപയിൽ 3,500 രൂപയും ഇരുചക്ര വാഹനത്തിന് പെട്രോൾ ഇനത്തിൽ ചിലവാകും.
ജോലി സമയം 5 മണിക്കൂറാണെങ്കിലും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാകും പലപ്പോഴും തപാൽ വിതരണം ചെയ്യേണ്ടിവരുന്നത്. TCV ന്യൂസ് മാള. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കാറളം കിഴുത്താണി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെയാണ് തട്ടിപ്പിന് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. കാട്ടൂർ മുനയം സ്വദേശിനി നൽകിയ പരാതിയിലാണ് നടപടി. UK-യിലേക്ക് കെയർ വിസ വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഇരിങ്ങാലക്കുടയിൽ അഗ്നീർ എന്ന സ്ഥാപനം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായവർ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് കൊടുങ്ങല്ലൂരുകാർ. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേ നടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. ഒന്നര പതിറ്റാണ്ട് മുൻപ് PWD നിർമ്മിച്ച അഴുക്കുചാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വർഷത്തിൽ 1-2 തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ്. ഇങ്ങനെ എടുത്തുമാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിക്കാറില്ല. ഇതോടെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകി തുടങ്ങും. പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചെലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഉറപ്പിക്കുകയാണ് പതിവ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. റോഡരികിലെ നടപ്പാത കയ്യേറി പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രികർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വഴിയാത്രക്കാരും പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ പോകുന്നൊരു ഭാഗമാണിത്. പല സ്ഥലങ്ങളിലും ഇത് ഇളകി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള ഒരു നല്ല ശക്തമായ മഴയത്ത് കാനയുടെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ഭാഗത്തും കാന പൊളിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങളടക്കം അപ്പുറത്തേക്കൊന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിന് മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി നൽകിയിട്ടും അപകട നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺ വേയിലേക്ക് തിരിയുന്നിടത്തായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട സ്വദേശി പോളി കുറ്റിക്കാടനാണ് ഓസൈന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ പുറകിലെ വാതിൽ വഴി തെറിച്ചു വീണത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതായിരുന്നു ഇദ്ദേഹം. ബസിന്റെ പുറകിലെ വാതിൽ അടച്ചിരുന്നില്ല. അപകടം പറ്റിയ ഉടനെ ബസ് ജീവനക്കാർ തന്നെ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലെത്തിച്ചു. ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ കുടിവെള്ള ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവറുടെ സഹായികളും തൃശൂർ അത്താണി സ്വദേശികളുമായ ചക്കാലിക്കൽ മനു, പൂളോത്തുണ്ടിയിൽ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടാങ്കർ ലോറി തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ ഇടിക്കാതിരിക്കാനായി തിരിച്ചതോടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയിലിടിച്ച് ടാങ്കർ ലോറി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ തോട്ടിലേക്ക് മറിഞ്ഞു. കല്ലൂർ കൊല്ലക്കുന്ന് വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ച് അപകടം. കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന മാലാഖ ബസ്സിലും വഴിയോരത്ത് നിർത്തിയിട്ട കാറിലുമാണ് ലോറി ഇടിച്ചത്. സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനിടെ ടോൾ ഒഴിവാക്കി വന്ന ലോറി ബസിന്റെ പുറകുവശത്ത് ഇടിക്കുകയായിരുന്നു. ബസ് നിർത്തിയിട്ടത് കണ്ടിട്ടും ലോറി മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ പുറകിലും ഇടിച്ചാണ് ലോറി നിന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിന്റെയും കാറിന്റെയും പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടങ്ങൾ പതിവായ കൊല്ലക്കുന്ന് വളവിൽ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലും ഇവിടെ അപകടങ്ങൾ പതിവാണ്. റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന മരച്ചില്ലകളും കാഴ്ച മറയ്ക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരണയ്ക്കൽ ദാമോദരന്റെ മകൻ 53 വയസ്സുള്ള ജയനാണ് മരിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി നന്ദിക്കരയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു.
ഗുരുതരമായി പരിക്കേറ്റ ജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. കുന്നംകുളം തെക്കേപ്പുറത്ത് ഭാരതീയ വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയ്ക്ക് നേരെ ആക്രമണം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കുന്നംകുളം താലൂക്ക് ജനറൽ സെക്രട്ടറി PS വിഘ്നേശ്വരന്റെ ഉടമസ്ഥതയിലുള്ള പൂജാ സ്റ്റോറിലാണ് ആക്രമണം നടന്നത്. രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് സ്ഥാപനത്തിന് മുൻപിലെ വരാന്തയിൽ വച്ചിരുന്ന അലമാരയും ഹോമകുണ്ടവും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ആറങ്ങോട്ടുകര എഴുമങ്ങാട് മേഖലയിൽ അപകടകെണിയായി നിരവധി കുഴികൾ. കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. രാത്രികാലങ്ങളിൽ കുഴി കാണാതെയാണ് യാത്രക്കാർ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാവാത്തത് അപകടം സംഭവിക്കുന്നതിന് പ്രധാന കാരണമാകുന്നു. എഴുമങ്ങാട് ബാറിന് സമീപവും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഡിവൈഡറുകൾ വെച്ച് വണ്ടികളുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത് മൂലമാണ് അപകടങ്ങൾക്ക് അല്പമെങ്കിലും കുറവുണ്ടായത്. ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഈ കുഴികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലായാൽ അധികം ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എഴുമങ്ങാട് ബാറിൻ്റെ പ്രദേശത്ത് മുമ്പ് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ഈ കുഴികൾ മൂലമാണ് സംഭവിക്കുന്നത്. മഴ പെയ്തിട്ട് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വാഹനങ്ങൾക്ക് അതിൻ്റെ എത്ര ആഴം ആ കുഴിക്കുണ്ടെന്ന് അറിയാൻ കഴിയാതെ ബൈക്കുകാരൊക്കെ അതിൽ വീണിട്ട് അപകടങ്ങളൊരു നിത്യസംഭവമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ ചിറങ്കോണം സ്വദേശി കുന്നുമേൽ വീട്ടിൽ 35 വയസ്സുള്ള സേതു മാധവനാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി എരുമപ്പെട്ടി പോലീസ്. പരിക്കേറ്റ വെള്ളറക്കാട് സ്വദേശിനി ഷാഹിദയ്ക്കാണ് എരുമപ്പെട്ടി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ U മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് എന്നിവർ രക്ഷകരായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ആദൂർപ്പാടം റോഡിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന SI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ഇതിനിടെയാണ് ഇടറോഡിൽ നിന്ന് ഉറക്കെയുള്ള സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. പോലീസ് സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീണ യുവതി തലയിൽ നിന്ന് അമിതമായി രക്തം വാർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ കിടക്കുന്നതാണ് കണ്ടത്. സംഭവ സമയത്ത് സ്ഥലത്തെത്തിയവരെല്ലാം യുവതി മരിച്ചെന്നാണ് കരുതിയത്. പോലീസുകാർ യുവതിയെ പോലീസ് ജീപ്പിൽ കയറ്റി കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. യുവതി അപകടനില തരണം ചെയ്തെങ്കിലും തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പോലീസിന്റെ സമയോചിത ഇടപെടലിനെ തുടർന്നാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായത്. ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ KSRTCയുടെ സ്വിഫ്റ്റ് ബസ് മിനിയേച്ചർ നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് മതിലകം സ്വദേശിയായ സൈനുൽ ആബിദ് എന്ന 17-കാരൻ. കരവിരുതും ഭാവനയും സമന്വയിപ്പിച്ചാണ് മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി. എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി പൂർണ്ണതയോടെ കുഞ്ഞൻ ബസ്സിലും കാണാം. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ സൈനുൽ ആബിദിന് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സ്വിഫ്റ്റിനോടുള്ള കമ്പം മനസ്സിൽ കയറിയത്. മനസ്സിൽ ഒപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചു. മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിൽ എത്തുമ്പോൾ കൈമാറുമെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. മതിലകം വാട്ടർ ടാങ്കിന് കിഴക്ക് രായംമരക്കാർ വീട്ടിൽ കബീറിന്റെയും ഷെമീനയുടെയും മകനായ സൈനുൽ ആബിദ് സ്വന്തമായി നിർമ്മിച്ച ബസ് മിനിയേച്ചറുകളിൽ 16ാമത്തെയാണ് സ്വിഫ്റ്റ്. ബസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു കളിക്കുന്ന ബസ് ഉണ്ടായി. അത് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ സീറ്റ് വെച്ച് വീണ്ടും ഒരു ബസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്തൊക്കെ ആയി, ബസ് പോലെ ഒന്നും ആയില്ല. പിന്നെ 7ാം ക്ലാസ് തീരാനായപ്പോൾ കൊറോണ വന്നു. അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ പയ്യെ ബസ്സിൻ്റെ രൂപമൊക്കെ ആയി തുടങ്ങി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെയൊക്കെ അറിഞ്ഞ് ഫോറക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ അറിഞ്ഞ് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കുറേ ആയി. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവരാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ മേടിക്കാൻ. പ്രമുഖ സർവീസുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും മാതൃകകളും കൂട്ടത്തിലുണ്ട്. ഫോറക് ഷീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് 2500 രൂപയോളം ചിലവ് വരും. മകന് പിന്തുണയുമായി മാതാപിതാക്കൾ കൂടെയുണ്ട്.
ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട്. കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സൈനുൽ ആബിദ് അംഗമാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വനി ആശുപത്രിയുടെയും ശ്രീ കേരളവർമ്മ കോളേജ് NCC 7 കേരള ബറ്റാലിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. അശ്വനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, AS ധർമ്മൻ, AC പ്രേമാനന്ദൻ, പ്രജേഷ് VP, സന്തോഷ് കോലഴി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് S രക്തദാനം നടത്തി. IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനം കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CR വത്സൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അനൂപ് പെരുമ്പിലാവിൽ, വൈസ് പ്രസിഡന്റ് ശ്രുതി മണലൂർ, ട്രഷറർ ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരി മിത്ര ട്രസ്റ്റ് വടക്കാഞ്ചേരി മേഖലയിൽ അത്താണി യൂണിറ്റ് മെമ്പറായ NT ഗോപിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 16 പേർക്ക് 5 ലക്ഷം രൂപ വച്ച് മരണാനന്തര ഫണ്ട് നൽകുവാൻ ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചുവെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു സജി, അത്താണി യൂണിറ്റ് പ്രസിഡന്റ് MA മോഹനൻ, സെക്രട്ടറി TA ബൈജു എന്നിവർ പറഞ്ഞു. ബ്രെയിൻ സ്ട്രോക്ക് വന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് 8ാം വാർഡ് കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് ഉദാരമതികളുടെ കാരുണ്യം തേടുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. ലൈഫ് പദ്ധതി ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത്. നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷ് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് സർജറിക്ക് വിധേയനാക്കി. ജീവൻ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അബോധാവസ്ഥയിലാണ് സുരേഷ്. ഇതുവരെയുള്ള ചികിത്സയ്ക്ക് 9 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. കാലത്ത് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തളർന്ന് വീഴാൻ പോയി. കയ്യും കാലും അപ്പം തന്നെ തളർന്നു. അവിടെ ഡോക്ടർമാര് ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ചെയ്ത് 1.5 മാസത്തോളം അവിടെ കിടന്നു. തിരിച്ച് വീട്ടിലേക്ക് കൊടുന്നതിന്റെ ശേഷം കുറച്ച് നാള് കിടന്നപ്പോൾ പുറം ഭാഗം പൊട്ടി പഴുത്തു, എല്ലിന്റെ മുകളിലേക്ക് ബാധിച്ചു. വീണ്ടും കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 5 ദിവസം അവിടെ കിടത്തി. ഓപ്പറേഷനും മറ്റുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ കൂടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപയോളം അവിടെ ചിലവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്നേ വരെ ഓർമ്മ വന്നിട്ടുമില്ല, കണ്ണ് തുറന്നിട്ടുമില്ല. യന്ത്രസഹായത്തോടെ ശ്വസിക്കുന്ന സുരേഷിന് ട്യൂബ് ഘടിപ്പിച്ചാണ് ഭക്ഷണം നൽകുന്നത്. ഒരു സർജറി കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. 5 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 1 മാസത്തെ മരുന്നിന് മാത്രം 20,000 രൂപയോളം ചിലവ് വരും. സ്ട്രോക്ക് വന്നിട്ട് മിഷൻ ആശുപത്രിയിൽ 1 മാസത്തോളം ഞങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. ആൾ വരുമാനം മാത്രം ഞങ്ങളുടെ ആശ്രയം. എല്ലാവരും ദയവായിട്ട് സഹായിക്കണം അപേക്ഷിക്കും. ഇനി ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഞങ്ങൾക്ക് തലയോട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത് ജൂബിലി മിഷനിൽ ഇപ്പോഴും സൂക്ഷിച്ചേക്കുക. 3 മാസത്തിനുള്ളിൽ ആ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കും നിത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സന്മനസ്സുള്ളവർ 6238396170 എന്ന ഗൂഗിൾ പേ നമ്പറിലോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്കേക്കാട് ബ്രാഞ്ചിലെ അക്കൗണ്ടിലോ സഹായം അയക്കാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടൂക്കരയിൽ സാമൂഹ്യ വിരുദ്ധർ വാഴകൃഷി നശിപ്പിച്ചു. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കളത്തിൽ സുകുമാരന്റെ പറമ്പിൽ കൃഷി ചെയ്തുവരുന്ന വാഴകളാണ് കൂട്ടത്തോടെ നശിപ്പിച്ചത്. വാഴകൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വടൂക്കര കിസാൻ സഭ പ്രവർത്തകർ നെടുപുഴ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ കോവിഡ് കാലത്തുണ്ടായ ദുരന്തങ്ങളെല്ലാം കണ്ട്
നമ്മുടെ നാട്ടിലുണ്ടായ ക്ഷാമവും ബുദ്ധിമുട്ടും ഒക്കെ പരിഗണിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഹ്വാന പ്രകാരം ഇല്ലാത്ത പണമുണ്ടാക്കി ഒരു കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് അവിടെ കിസാൻ സഭയ്ക്ക് വേണ്ടി കിസാൻ സഭയുടെ ബാനറിൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് വളരെ നല്ല രീതിയിൽ വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തി ജനങ്ങളിലേക്ക് പച്ചക്കറി വളർത്താനുള്ള അവർക്ക് അതിനുവേണ്ട ഊർജം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങി വെച്ചത്. ഇത്രയും പ്രായമായ ഈ വാഴച്ചെടികൾ രാത്രി സമയത്ത് ആരുമില്ലാത്തപ്പോൾ വന്ന് ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞെടുക്കുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. നെഞ്ഞു വളർക്കുന്ന കാഴ്ചയാണ് ഈ പറമ്പിൽ വന്നപ്പോൾ കണ്ടത്. ഇതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? കിസാൻ സഭയെ നശിപ്പിക്കാനോ അതോ ഞങ്ങളെ നശിപ്പിക്കാനോ ഞങ്ങൾക്കറിയില്ല. ഇതിൽ നാട്ടുകാർ പ്രതികരിക്കണം, പോലീസ് വേണ്ട നടപടികൾ എടുക്കണം. 7 മാസത്തെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തോടുകൂടിയാണ് ഈ വാഴക്കൃഷി ഞങ്ങൾ നടത്തിയത്. ഇത് ചെയ്തവർക്കെതിരെ കർശനമായി നടപടി എടുക്കണമെന്ന് ഞങ്ങൾ നെടുമുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പേരിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾ മേലാൽ കൃഷി നടത്തുന്ന സ്ഥലങ്ങളിൽ ഇത്ര ആക്രമണങ്ങൾ ഉണ്ടാവരുതെന്നും കൂടി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ആഗ്നേയ റോഡ് തുറന്നു. 11.5 ലക്ഷം രൂപ ചിലവഴിച്ച് 192 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള കോൺക്രീറ്റ് റോഡാണ് നിർമ്മിച്ചത്. ഇതോടെ വെള്ളക്കെട്ടിലൂടെയുള്ള ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികളായ നിഷ സുരേഷ്, ക്ലെമൻ ഫ്രാൻസിസ്, വാർഡ് മെമ്പർ സബിത ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികരായി. ഫാദർ പോൾ ആലപ്പാട്ട്, ഫാദർ സെബി ചിറ്റിലപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. നേർച്ച ഊട്ട് ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി ആശീർവദിച്ചു. എരുമപ്പെട്ടി പതിയാറും സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മയുടെ വാർഷികവും വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളും ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാർഷിക ആഘോഷം ഫാദർ ബിജു ഇടയാളി കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ അധ്യക്ഷനായി. കൂട്ടായ്മ പ്രസിഡന്റ് ഡേവിസ് ബാജു, സെക്രട്ടറി മുരിങ്ങാത്തേരി ഫ്രാൻസിസ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. 81-ാം വയസ്സിൽ വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞ് അബ്ദുൾ ഖാദർ. കാലിക്കറ്റ് സർവകലാശാല അഫ്സലുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലും അറബിക് കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു. പരീക്ഷ തുടങ്ങിയതോടെ 1-ാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി. 65 വർഷം മുൻപ് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൾ ഖാദർ എന്ന 81-കാരനാണ് വാർദ്ധക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠന വീര്യവുമായി പരീക്ഷ എഴുതാനെത്തിയത്. പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തന്നിലുണ്ടായതെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല, അപ്പോൾ ഒരാഗ്രഹം എന്തായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് എഴുതാൻ ഇരുന്നത്. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അതിന് മുടക്കൊന്നും പറഞ്ഞില്ല. ഒരു ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു. അത് വലിയ സക്സസ് അല്ല, എന്നാലും കുറേയൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് ചിലത് 1-2 ടഫായിരുന്നു. പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റുമായി നേരെ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. സർവകലാശാല അധികൃതർ അബ്ദുൾ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും മുൻപിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി. അബ്ദുൾ ഖാദർ വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു. ഓൺലൈനായി ക്ലാസ്സിൽ പങ്കെടുത്താണ് പരീക്ഷ എഴുതാനെത്തിയത്. 6 വിഷയത്തിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൾ ഖാദർ 2000-ലാണ് നാട്ടിൽ സ്ഥിരമായത്. TCV ന്യൂസ്, കയ്പമംഗലം.
ആസാമിൽ നടന്ന ദേശീയ പഞ്ച് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ പോൾ ദാസിനെ മറ്റത്തൂർ പഞ്ചായത്ത് 8-ാം വാർഡിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മറ്റത്തൂർ 8-ാം വാർഡംഗം KR ഔസേഫ് പൊന്നാട അണിയിച്ചു. മുൻ വാർഡംഗം ക്ലാര ജോണി, വാർഡ് വികസന സമിതി അംഗം PM ജോണി, വയോജന ക്ലബ് പ്രസിഡന്റ് ബിന്നി ജോയ് എന്നിവർ നേതൃത്വം നൽകി. കെബി ഫ്രണ്ട്സ് പാവറട്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് AM റജീന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മരുതയൂർ AM LP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി VK അസ്ലം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ സുനിത രാജു, K സുധ, സാമൂഹിക പ്രവർത്തകരായ റജീബ് റഹ്മാൻ, ബഷീർ VK, ക്ലബ് പ്രസിഡന്റ് P സഗീർ, പ്രധാന അധ്യാപിക ഷൈനി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3538 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ച പാലയൂർ സ്വദേശി ബിനോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകൾ. BJPയുടെ സമഗ്രാധിപത്യ നീക്കത്തിനിട്ട് തിരിച്ചടിയാണ് ലോക്സഭയിലേക്കുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. സാമൂഹ്യനീതിയില്ലാതെ ജനാധിപത്യം ഒരിക്കലും സാർത്ഥകമാവില്ലെന്നും ബൃന്ദ കാരാട്ട്. മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ കൂട്ടിയിട്ടിരിക്കുന്നത് 5000-ത്തിലധികം കത്തുകൾ. തുച്ഛവരുമാനവും ജീവനക്കാരില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. കാറളം കീഴ്ത്താണി സ്വദേശികളായ നിഷ, ഭർത്താവ് സുനിൽ കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. നടപടി TCV വാർത്തയെ തുടർന്നു. കൊടുങ്ങല്ലൂരിൽ ഇളകി വീഴാറായ നടപ്പാതയിൽ വീണ് പരിക്കേൽക്കുന്നവരുടെ എണ്ണമേറുന്നു. നടപ്പാത അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാവാതെ പൊതുമരാമത്ത് വകുപ്പ്. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികന് പരിക്കേറ്റു. കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ കൊല്ലക്കുന്ന് വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ച് അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.